ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്പെഷ്യൽ മത്തിക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ്: ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് നെടുകി കീറിയത്, 1 തണ്ട് വേപ്പില, 3 കുടംപുളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചീന്തി വെച്ചിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ എടുക്കുന്നത് 1/2 മുറി നാളികേരം, അതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം, കുറച്ച് ഉലുവ, ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നാളികേരം അരച്ച് അതിൻ്റെ പാലെടുത്തിട്ട് വരാം. അപ്പോൾ നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീനെടുത്ത് വെച്ചിട്ടുള്ള ചട്ടിയിൽ നമ്മൾ ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ഒക്കെ നമുക്കതിലേക്ക് ഇടണം. നമുക്കിടാം. അതുകൊണ്ട് ഇഞ്ചി എല്ലാം ഇടണം കേട്ടോ. പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുടപ്പുളി, വേപ്പില അതൊക്കെ അതിലേക്ക് ഇടും. അതിനുശേഷം നമുക്ക് എല്ലാ പൊടികളും ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ഇടുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും ഇടുന്നുണ്ട്. ടേബിൾ സ്പൂണാണ്, അതെല്ലാവരും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ഇടുന്നത്. അപ്പോൾ അതേ 1/4 മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് അതും കൂടിയും ഇടുക. ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് നമുക്കൊരു കണക്കുണ്ടാവില്ല, അതനുസരിച്ച് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ കൈ കൊണ്ട് അത് മിക്സ് ചെയ്യണം. നല്ല പോലെ ആ മസാല പിടിക്കാൻ രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരപ്പാലില്ലേ, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടും ഒന്ന് കൈ കൊണ്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇപ്പം നമ്മുടെ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻകറി നല്ല പോലെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കണേക്കാളും നല്ലത് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അല്ലെങ്കിൽ മത്തി ചിലപ്പോൾ ഉടഞ്ഞു പോയാലോ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ചട്ടി ഒന്ന് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഉള്ളിയും വേപ്പിലയും കാച്ചി ഒഴിക്കാം. നമ്മുടെ മീൻകറി നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. മത്തിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. പരമാവധി നമ്മൾ ഇതേ കയ്യിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മത്തിയൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ചട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ നമ്മുടെ മത്തിക്കറി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ച് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചീഞ്ഞട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ചെറിയ ചീഞ്ഞട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചെറുള്ളി ഒരു 10 ചെറുള്ളി അത് അരിഞ്ഞ് വെച്ചത്, ഞാനൊരു 10 ചെറുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുള്ളി എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും ചെറുള്ളിയും വേപ്പിലയും താളിച്ച് ഒഴിക്കുമ്പോഴാണ് മീൻകറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയും വേപ്പിലയും ഇടുകയാണ് കേട്ടോ. ഉള്ളി നല്ല പോലെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കളറാകുമ്പോൾ നമ്മൾ നമ്മുടെ മീൻകറിയിലേക്ക് ഇത് ഒഴിക്കുക.
അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എന്നാൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ആ താളിച്ചത് എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ ഇതുപോലെ ചുറ്റിക്കുക. ചുറ്റിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, കൈമാവാണ്ടിരിക്കാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.